ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. മണി 6 ആയിട്ടുണ്ട്, 6 മണിയായി. അപ്പോൾ രാവിലെ എണീറ്റ് ഇരിക്കുക. ഇന്നത്തെ പരിപാടികളൊക്കെ ഉണ്ട്. രാവിലെ സ്കൂളുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാരം വയ്ക്കണം, കൊച്ചുങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടണം. അപ്പോൾ രാവിലെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കുടിക്കാനെന്നും പറഞ്ഞ് ചൂടുവെള്ളമാക്കിക്കൊണ്ടിരിക്കുക. തൊണ്ടവേദന, ജലദോഷം, കഫം, അങ്ങനെ ഇത്യാദി പരിപാടികളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ചൂടുവെള്ളം കുടിച്ച് തുടങ്ങാൻ ഒരു ദിവസം എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കണ്ട്, വീഡിയോസ് കണ്ട്, ഷോർട്സ് കണ്ട്, ലൈവ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരുപാട് നാളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട്. ഒരു ഏകദേശം 2-3 മാസത്തോളം എന്നൊക്കെ പറയാം. മെയ് മാസം, ഏപ്രിലാണ് മര്യാദയ്ക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഏപ്രിൽ കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫുള്ള്. മെയ് പിന്നെ അങ്ങനെ അങ്ങ് പോയി. മെയ് നാട്ടിൽ പോയിട്ടൊന്നും നടന്നിട്ടില്ല. ജൂണിൽ തിരിച്ചു വന്നിട്ടൊന്നും നടന്നിട്ടില്ല. ജൂലൈ ആയി. മാസങ്ങൾ ഓടിപ്പോകുന്നു, ദിവസങ്ങൾ ഓടിപ്പോകുന്നു. നമ്മൾ മാത്രം ഓടുന്നില്ല. അങ്ങനെ ഹായ്, ശരി, ഇനിയെങ്കിലും ഓട്ടം തുടങ്ങാം. രാവിലത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ ചോറ് ചോറ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അരിയിട്ടത്, പാല് കാച്ചി മാറ്റി ഒരാക്കിച്ച് പാലെടുത്തിട്ട് വേണം ചായക്ക് വയ്ക്കാൻ, ചായക്ക് പൊടിയിടാൻ. അങ്ങനെ അതിൻ്റെ പണി അത് ചെയ്യുന്നുണ്ട്. വേറെ ഇന്ന് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ട്. മഷ്റൂം ബിരിയാണി, 2 പേർക്ക് മഷ്റൂം ബിരിയാണി ആക്കിയിട്ട് നമുക്ക് സാമ്പാർ വെച്ച് വണ്ടക്കായും കൂടെ റെഡിയാക്കാമെന്നും പറഞ്ഞ് എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായെന്ന് പറഞ്ഞിട്ടില്ലേ, നാട്ടിൽ പോയി ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇച്ചിരി വയ്യാഴികയൊക്കെ കൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ പിന്നെ നാട്ടിൽ പോയപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. വയ്യാഴികൾ, അസുഖങ്ങൾ, അതെല്ലാം നമ്മുടെ കൂടപ്പിറപ്പല്ലേ. അങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്കപ്പിന് പോയി കഴിഞ്ഞ് പിന്നെ 1, 2, 3, 4 എന്നും പറഞ്ഞ് അവരുടെ പരിപാടികൾ അവർ തുടങ്ങി. പിന്നെ പോയി സ്കാൻ എടുക്കാൻ പറഞ്ഞ് സ്കാൻ എടുത്തു. പിന്നെ അത് ഡോക്ടറെ കാണിച്ച് പിന്നെ ഗൈനിക്കിനെ കാണിച്ച്, പിന്നെ അവിടെ കാണിച്ച്, ഇവിടെ കാണിച്ച്, അനസ്തീഷ്യയെ കാണിച്ച്, പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ, ബ്ലഡ്, യൂറിന്, അത് ഇത് കണ്ടത് മൊത്തം എല്ലാ ടെസ്റ്റും ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അതും കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നൊന്ന് റിക്കവറായി വന്ന് അപ്പോഴത്തേക്ക് സ്കൂൾ തുറന്നു. ഇവിടെ സ്കൂൾ തുറക്കാറായപ്പോഴത്തേക്ക് ചേട്ടായി വന്ന് കൊച്ചുങ്ങളെ കൊണ്ടുവന്നു. ഇവിടെ ജൂൺ 10-നായിരുന്നു സ്കൂൾ തുറന്നത്. അങ്ങനെ പിള്ളേരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസവും കൂടെ, ഒരു ജൂൺ 20 ആയപ്പോൾ നമ്മളും പറക്കി കെട്ടി ഇനി പോരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടും നമ്മൾ കുറച്ചുകൂടെ കാഞ്ഞെറിഞ്ഞ് ഹെൽത്ത് നോക്കിയെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിലൊക്കെ ഓടുമെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. നാട്ടിലില്ലാത്ത പ്രശ്നങ്ങൾ മൊത്തം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് നമ്മളതനുസരിച്ച് പിന്നെ നോക്കിയും കണ്ടുമൊക്കെ ജീവിക്കണം. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഗുളികളും മരുന്നുകളെല്ലാം കഴിച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെക്കപ്പ്, റെഗുലർ ചെക്കപ്പ്, ഫോളോ അപ്പ്. അപ്പോൾ അതൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഇനി അതൊരു പോകണം. അപ്പോഴത്തേക്ക് ഓണം ഇപ്രാവശ്യം നമുക്കൊരു ഓണത്തിനൊരു ചാൻസ് കിട്ടിയേക്കുക. ഓണം ആവും അപ്പോഴത്തേക്ക്. പക്ഷേ ഓണത്തിന് ഇവിടെ മക്കൾക്ക് പരീക്ഷ നടക്കുന്ന സമയം. ഓണത്തിന് നമുക്ക് 10 ദിവസം അവധിയുണ്ടല്ലോ അവിടെ സ്കൂളിൽ. ആ സമയത്താണ് ഇവിടെ അവധി. പക്ഷേ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ എക്സാം. അത് കഴിഞ്ഞിട്ട് 10 ദിവസമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടെങ്കിലും, ഓണം കഴിഞ്ഞിട്ടെങ്കിലും വന്ന് ഓണം ഉണ്ണാന്ന് നമുക്കൊരു ചാൻസ് ഇപ്രാവശ്യം കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശരി, ഏതായാലും വേണ്ടില്ല, കടക്കട്ടെ, ഉള്ളതാവട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ റെഡിയാവുക ഓണത്തിനായിട്ട്. അതിൻ്റെ കൂടെ ഹെൽത്ത് നോക്കുന്നുണ്ട്. ഭയങ്കര എക്സർസൈസുകൾ, ഹെൽത്തി ഫുഡ്, ഹെൽത്തി ജ്യൂസ്, ആഹാരമൊക്കെ നല്ല കൺട്രോളിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ ഭയങ്കര ചീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ദൈവം തമ്പുരാൻ പറഞ്ഞ കണക്ക് നല്ല രീതിയിലൊക്കെ പോവാം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം രാവിലെ 2 പേർക്കും മഷ്റൂം ബിരിയാണി. ഇത് ബട്ടർ മഷ്റൂം എന്ന് പറയത്തില്ലേ, ഇത് ഒരു പാക്കറ്റ് പണ്ട് 40 രൂപ 42 രൂപ കണ്ടായിരുന്നു. ഇപ്പോൾ 92 രൂപ.
52 ഒരു പാക്കറ്റ്. ഇത് ഞാൻ എപ്പോഴും മൊത്തത്തിൽ നമുക്ക് 4 പേർക്ക് ചേർത്താക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് ഫുൾ എടുക്കും. പക്ഷേ ഇത് അവർക്ക് മാത്രം മതിയെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം എടുത്താലും എനിക്കൊരു നേരത്തേക്ക് കൂടെ കാണും. പിന്നെ ഇതൊക്കെ കുമ്പിളൊക്കെ കഴിക്കണം. കുമ്പിളിലൊക്കെ നല്ല കാൽസ്യം കണ്ടൻറ്റൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. അങ്ങനെ കുറച്ച് എനിക്ക് കൂടെ അതൊന്ന് കിട്ടും, അതൊന്ന് കാണും ബാലൻസ്. ഇവർ രണ്ടുപേരും കഴിച്ചിട്ട് പോകത്തില്ല. കഴിക്കാൻ ദോശ ആക്കണം. 2 പേർക്കും ഓരോ കുഞ്ഞൻ ദോശ ആക്കി കൊടുത്തിട്ട് സാമ്പാർ വയ്ക്കുന്നുണ്ടല്ലോ. മഷ്റൂം ബിരിയാണി ഉച്ചക്കലത്തേക്ക് മഷ്റൂം ബിരിയാണി, പിന്നെ ഒന്നീ പപ്പടം ബാറ്റ് പപ്പടം പൊരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ തൈര് റൈത്ത ഓണിയൻ റൈത്ത ഉണ്ടല്ലോ അത് റെഡിയാക്കണം. അത് എണ്ണീട്ട് വരട്ട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ, പിന്നെ എന്നും ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡ് ബൈ സൈഡായിട്ട് നമ്മൾ സാമ്പാറിനും റെഡിയാക്കണം. പരിപ്പ് വേവിച്ചിട്ടുണ്ട്, തോരപ്പരിപ്പ് വേവിച്ചിട്ട് ഇതിനെ നമ്മൾ അങ്ങോട്ടിട്ട് വഴറ്റുമ്പോഴത്തേക്കും നമ്മൾ സാമ്പാറിനുള്ള കഷ്ണം വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടെ നമുക്ക് റെഡിയാക്കാം. പിന്നെ നാട്ടിൽ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ, എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് വന്നെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഒരുവിധം ആക്റ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു വീഡിയോസ്, ഷോർട്സ്. പിന്നെ ഇടയ്ക്ക് മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ, പല പ്രശ്നങ്ങളും വന്ന് ഭവിക്കും. അതുകൊണ്ട് ചോറ് താണ്ട് തിളച്ച് പൊങ്ങുന്നു, തോമരെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ കാര്യങ്ങളായതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതല്ലേ ജീവിതം. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നിന്ന് പോയത്, എന്നാലും പിന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ലൈവൊക്കെ നല്ല രീതിയിൽ ഇടുന്നുണ്ട്. ലൈവ് സമയത്ത് പലരും വരുന്നുണ്ട്, ലൈവിൽ വരുന്നുണ്ട്, നല്ല നല്ല കമൻറ്റുകളെല്ലാം ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുക. പിന്നെ വേറെ എന്നാ, തൊണ്ടയ്ക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് അവിടെ കേരളത്തിൽ നല്ല മഴയും കാലാവസ്ഥയും തണുപ്പും സൂപ്പറായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിൽ. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞു. ഇന്നെത്ര 10-ാം തീയതി, 10-20 ദിവസം ആവാറാവുന്നു. പക്ഷേ ഒരു ദിവസം മഴ പെയ്തു, ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 1 hour മഴ പെയ്തു, നല്ല മഴയായിരുന്നു. പിന്നെ മഴ തീർന്നപ്പോഴത്തേക്ക് നല്ല വെയിലുമായി, അല്ലാതെ മഴയേ ഇല്ല. അവിടെ ആണെങ്കിൽ മഴയങ്ങ് അടിച്ച് പൊളിച്ചങ്ങ് പെയ്യുക. ഞാൻ വരുന്നതിൻ്റെ ഇങ്ങനെ ഒരാഴ്ച മുന്നേ മഴ ഇച്ചിരി കുറവുണ്ടായിരുന്നു, പിന്നെ അങ്ങ് തുടങ്ങി മഴ വെള്ളം അല്ലടാ. പിന്നെന്തോ ദിവസവും ചക്ക വേവിച്ചത്, ചക്ക പുഴുങ്ങിയത്, പഴുത്ത ചക്ക എന്ന് വേണ്ട കൂടെ സെറ്റപ്പായിരുന്നു. ഇപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഓർമ്മകൾ മാത്രമേ. അവിടെ ചെന്നിട്ട് ഷോർട്സ് മൊത്തവും ചക്കയായിരുന്നു. ചക്കയെ ലൊക്കേറ്റ് ചെയ്ത് ചക്കയായിരുന്നു നമ്മുടെ കണ്ടൻറ്റ്. അയ്യോ എന്തോ ആയിരുന്നു ചക്ക. പച്ചച്ചക്കയൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാമ്പാറിനോട് അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റുകയെന്നുണ്ടെങ്കിൽ അടുപ്പിലോട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണവും കൂടെ നമുക്കങ്ങ് തുടങ്ങാൻ പരിപാടി. എന്നിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളെ 2 വിളിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എന്താണെന്നറിയത്തില്ല, രോഹിത് 6:30 ആയപ്പോഴത്തേക്ക് അവൻ തന്നെ എണ്ണീറ്റ് വന്ന്. അതുകൊണ്ട് ഒരു ജോലി നമുക്ക് മിച്ചം. 7 മണിയാകുമ്പോൾ വിളിച്ചാൽ ഉടനെ കൊച്ചിനെ വിളിച്ചാൽ അവളങ്ങ് പെട്ടെന്ന് എണ്ണീറ്റോളും. പക്ഷേ ഇവൻ ഇച്ചിരി മർക്കട സ്വഭാവം എന്ന് പറഞ്ഞ കണക്ക് ഉരുണ്ട് പുരണ്ട് ഒരു 7-ന് തുടങ്ങുമെന്ന് 7:10 7:15 അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ 6:50 ആകുമ്പോഴത്തേക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 7 മണിക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം സാധിക്കും. ഇടയ്ക്കൂടെ ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന്. തോനെയൊന്നുമില്ല, ഒരു ശകലം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചെന്ന് തീർന്നു എപ്പോഴും പെട്ടെന്ന് നമുക്ക് പാക്കറ്റാണെന്നല്ലേ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പാക്കറ്റിനകത്തെ ഉപയോഗിക്കുന്നത്. ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു ശകലം ബിരിയാണി പൊടി ഇട്ട് നമ്മൾ ഫസ്റ്റ് ഇതൊക്കെ ഇടുമായിരുന്നു. കടുക് വറക്കാൻ നേരത്ത്, കടുകല്ല മസാല, പെരുംജീരകം, പിന്നെ അതിനകത്തുള്ള കറി മസാല ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്ന് പിറക്കി ഇട്ടിട്ടാണ് ചെയ്തത്. എന്നിട്ട് ചോറൊന്നും ആയിട്ടില്ല, ഒരു ശകലവും കൂടെ കിടക്കണം. അപ്പോൾ ഇതിനെ വഴറ്റി നമുക്ക് മഷ്റൂം കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറിനോടങ്ങ് വയ്ക്കാം. പിന്നെ വേറെ എന്നാ നാട്ടിൽ എന്നാ വിശേഷം, വേറെ എന്നമോ ഓർത്ത് മറന്നുപോയി. ചക്ക നമുക്ക് ഭയങ്കര നൊസ്റ്റു. ഇനി നമ്മൾ ഓണത്തിന് പോകുമ്പോഴത്തേക്ക് ഈ ചക്കയൊന്നും കാണത്തില്ല. ഇനി അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് വേണം ചക്ക. ഇന്ന് നമ്മൾ ഇടുന്നത് ബിരിയാണി ഉണ്ടല്ലോ, പൊന്നിയരി, നീളൻ അരി. നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയും കുഞ്ഞ് പൊന്നിയരിയുടെ കണക്ക് കിരിഞ്ഞൊക്കെ ഈ നൂലിൻ്റെ കണക്കിരിക്കുന്ന അരിയാണ് ചോറ് വയ്ക്കുന്നത്. അത് മതിയായിരുന്നു. പക്ഷേ ബിരിയാണിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മണമുണ്ടല്ലോ ബിരിയാണി അരിക്ക്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഉപ്പ് കുറച്ചുകൂടെ വേണമെന്നും പറഞ്ഞ് ഒരു ശകലം ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. ഈ പാചകമൊക്കെ കാണിക്കാത്തത് പല വീഡിയോയുടെ മുന്നേ ഉള്ള പല വീഡിയോയിലും നമ്മൾ പാചകമൊക്കെ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ
വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ബോറടിക്കത്തില്ലേ ചാനലിൽ. അതുകൊണ്ടാണ് പിന്നെ അതുപോലെ നമ്മൾ പിന്നെ ഓരോരുത്തരുണ്ടല്ലോ നമ്മൾ കറക്റ്റായ മെത്തേഡിൽ ചെയ്യുന്ന, അവരൊക്കെ ഈ വീഡിയോ കാണും, പിന്നെ ഇങ്ങനെയാണോ ഇവിടെ ബിരിയാണി വയ്ക്കുന്നത്, അങ്ങനെ ഒരു ചോദ്യം വരും. അതുകൊണ്ട് വേണ്ട, നമ്മൾ നമ്മുടെ സൗകര്യത്തിന് സിമ്പിൾ ആൻഡ് ഹമ്പിളെന്ന് പറയത്തില്ല, അതുപോലെ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊച്ചുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അങ്ങനെ പരിപാടി അതങ്ങ് കഴിഞ്ഞ് ഒരുവിധമൊക്കെ റെഡി ആവുന്നുണ്ട്. ചോറുമായിട്ടുണ്ട്, ചോറിനെ വാർത്ത് വയ്ക്കണം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് അരിയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് വരുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അതുപോലെ എന്തോ പറഞ്ഞ് വരുമ്പോൾ അത് കണ്ടിന്യൂറ്റി പോകുന്നു. ദിവസവും ചെയ്താലല്ലേ ആ ജോലിക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് നല്ലത് വരും. അത് നമ്മൾ ഇടയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ അങ്ങോട്ട് എന്തോ പറയണമെന്ന് അങ്ങ് നമ്മൾ നിന്ന് പോകും, സ്റ്റക്കാവും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ബോറടിക്കുന്നെന്നൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷേ ഒന്നും വിചാരിക്കരുത്, വേറെ വഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആവട്ടെന്നും പറഞ്ഞാണ് ഇന്നത്തെ ഒരു പാചകം മാത്രം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചത്. പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു, എന്താണ് ഇത്രയും നാൾ വീഡിയോ ഇടാത്തതെന്നുള്ള റീസൺ എല്ലാം പറഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ. അപ്പം നമ്മളോട് സഹകരിക്കുക. ഒരുവിധം നമ്മുടെ പരിപാടികൾ കുറച്ചൊക്കെ ഞാൻ ഇന്ന് അത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്തടുത്ത വീഡിയോകളെല്ലാം നല്ല പണ്ടത്തെ പോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മോട് സഹകരിക്കണം. വേറെ ചോറങ്ങോട്ട് വാർത്ത് വെച്ചിട്ട് വേണം സാമ്പാറിന് തുടങ്ങാൻ. ഓക്കെ, ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ശരി, അപ്പം നമ്മൾ ഇനി വരും, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ ബോറടിക്കാതെ കണ്ട് ഇത്രയും നേരം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.